പൊറോട്ട ഒരു പ്രാവശ്യം ഉണ്ടാക്കി, 2 പ്രാവശ്യം ഉണ്ടാക്കി, 3 പ്രാവശ്യം ഉണ്ടാക്കി, അങ്ങനെ 4-5 പ്രാവശ്യം ഉണ്ടാക്കി പരീക്ഷണം വിജയിച്ച് ഒരു കഥയാണ് എൻ്റെത്. 5 പ്രാവശ്യം മറ്റും ഉണ്ടാക്കി കൊളായതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാനൊന്ന് ലെവലായത്. മൈ നെയിം ഈസ് ഷാൻജിയോ, വെൽക്കം ടു മൈ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ കണ്ടവർക്കറിയാം. അദ്ദേഹത്തിൻ്റെ ചാനലിലും ഒന്നും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊളാവത്തില്ല. എൻ്റെ ഉണ്ണിയപ്പവും പിന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഞാൻ ആ ചേട്ടൻ്റെ ചാനലിലൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ 2-3 പ്രാവശ്യമായി ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് വലിയ കുഴപ്പമുണ്ടാവാതെ പോകുന്നു. ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാണ്ടാണ് ആ ചേട്ടൻ ഉണ്ടാക്കാറ്. മുട്ടയൊന്നും ചേർക്കാറില്ല. പക്ഷേ ഇത്തവണ ഞാൻ മുട്ട ചേർത്തു. ഇതിപ്പോൾ 3-ാമത്തെ തവണയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് ഇത്തിരി അധികം ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു 10-15 പൊറോട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. 15-16 പൊറോട്ടയോ മറ്റോ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ പൊറോട്ടയൊക്കെ കുഴച്ച് ഉണ്ടിയാക്കി പിടിച്ച് വെക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ നനഞ്ഞ ഒരു തുണിയും കൊണ്ട് അത് മൂടി വെക്കണം. ഉണ്ടിയാക്കി വെച്ച് കഴിഞ്ഞാലും ഓയിലും പിന്നെ നെയ്യോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് ഓയിലായി കഴിഞ്ഞാലും എപ്പോഴും ഓയിൽ അതിൻ്റെ മേലെ ഡ്രൈ ആവാതെ വെക്കണം. എന്നാൽ നല്ല സോഫ്റ്റായിട്ട് വരുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ബട്ടറും ഓയിലാണ് കേട്ടോ മിക്സാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കൊണ്ട് പിടിച്ച് വെച്ചപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ബട്ടർ ചിക്കനാണ്. ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ മുന്നേ ഉണ്ട്. ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഞാൻ അവകാശപ്പെടുന്നത് ഒരു ബട്ടർ ചിക്കനാണ്. ഒരു ബട്ടർ ചിക്കനല്ല, ബട്ടർ ചിക്കൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി റെസിപ്പിയാണ്, അടിപൊളി ടേസ്റ്റാണ്. റെസിപ്പി ഞാൻ പറയേണ്ടതില്ലല്ലോ. പിന്നെ ഇത് എന്താ പറയേണ്ടത്, നമ്മുടെ മേത്തി ഇടുന്നുണ്ട്, കസ്തൂരി മേത്തി അതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. ലാസ്റ്റ് കറിയുടെ ലാസ്റ്റ് സംഭവങ്ങളൊക്കെ ആയി. ടേസ്റ്റ് ഞാൻ തന്നെ നോക്കിയിട്ട് ഞാൻ തന്നെ എന്നെ പുകഴ്ത്തുന്നുണ്ട്. നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആത്മപ്രശംസയാണെന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെ ബട്ടർ ചിക്കനൊക്കെ ആയി. ലാസ്റ്റത്തെ പരിപാടി പൊറോട്ട പരത്തലാണ്. അതായത് വീശി അടിച്ചില്ല പൊറോട്ട നമുക്കത്ര എക്സ്പേർട്ടല്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൊറോട്ട. ഇങ്ങനെ നന്നായിട്ട് പരത്തിയിട്ട് മുറിച്ചിട്ട് ചുരുട്ടി എടുക്കലാണ്. അത്യാവശ്യം നല്ല ലെയറോടുകൂടി തന്നെ കിട്ടും ഇങ്ങനെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഞാൻ സ്പീഡ് എടുത്ത് വിടുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇന്നും തീരത്തില്ല കേട്ടോ. നല്ല ലെങ്തി വീഡിയോ ആവും. അങ്ങനെ ദൈവൂട്ടി എന്തൊക്കെയോ കമൻറ്റ് ഇങ്ങനെ പുറകുന്ന് പറയുന്നുണ്ട്, എന്താണെന്നും അറിയത്തില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കിച്ചണിൽ വന്നിട്ട് അതിൻ്റെ പുറകിൽ എന്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ദൈവൂട്ടിയും കുറച്ചൊക്കെ പരത്തുന്നുണ്ട്. അപ്പോൾ ഒക്കെ പരത്തിയൊക്കെ വെച്ച് കൈയോടെ ഞാനും അമ്മയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 19 പൊറോട്ടയോളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊറോട്ടയും ഇട്ടു, നമ്മുടെ കറിയും കൂട്ടി കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊളാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. പറ്റാറ്റാ.